ഈ വരുന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം ഒരു സെമി ഫൈനൽ പോരാട്ടം, അതായത് ഫൈനലിന് മുന്നേ ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയാം. പ്രത്യേകിച്ച് കേരള ജനതയുടെ പൾസ് മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏത് രീതിയിലോട്ടാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണാം. അതുകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രങ്ങളൊക്കെ തന്നെയായിരിക്കും മൂന്ന് പാർട്ടികളും നടത്താൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പിനായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല രീതിയിലുള്ള കണക്കുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. എന്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് 2 കോർപ്പറേഷനുകളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനുമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കാരണമെന്ന് പറയുന്നത് ഇവിടങ്ങളിൽ BJP സ്വാധീനം വളരെ വലുതായിട്ട് കൂടിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് BJP തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തൃശ്ശൂർ ആയാൽ പോലും BJPക്ക് വളരെയേറെ സ്വാധീനം കൂടിയ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. അവിടെ BJPക്ക് ഒരു MP ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് BJP സംബന്ധിച്ചത്. കാരണം അവർ ലക്ഷ്യം വയ്ക്കുന്നത് 2 കോർപ്പറേഷനുകളാണ്. ഒന്ന് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂർ. ഇടതും വലതും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യവും BJPയുടെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഈ 2 ഇടങ്ങളിലും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ നേട്ടമാണ് BJP തൃശ്ശൂരിൽ നേടിയെടുത്തത് എന്നുള്ളതാണ്. ഇപ്പോഴും സുരേഷ് ഗോപിക്ക് എതിരെ നടക്കുന്ന ചില രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തന്നെ അത്രയ്ക്കും ഇടതും വലതും ഞെട്ടുന്ന തരത്തിലുള്ള വിജയമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? BJP ഏതൊക്കെ സീറ്റുകൾ നേടും? അതോടൊപ്പം തന്നെ BJP മുന്നേറ്റം ഉണ്ടാകുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിലെടുത്ത് പറയാനായിട്ട് തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും BJPക്ക് വളരെയേറെ സാധ്യത നിലനിൽക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വാസ്തവമാണ്. പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ഒഴുക്കുണ്ടാവുകയാണെങ്കിൽ BJPയുടെ ഒരു അട്ടിമറി നേട്ടം ഈ 2 സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് BJP മുന്നേറ്റം ഈ പറയുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഈ 2ഇടത്തും നിലവിൽ LDF ഭരണമാണ്. ഭരണം അട്ടിമറിച്ചുകൊണ്ട് തന്നെയുള്ള BJPയുടെ ഒരു മുന്നേറ്റമായിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് LDFും UDFും ഭയക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ LDFിനെക്കാട്ടിലും UDFിനെക്കാട്ടിലും പ്രചരണ രീതികളിൽ ഈ 2 സ്ഥലങ്ങളിലും BJP ഇതിനോടകം തന്നെ കാര്യങ്ങൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്. BJP സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുൻപേ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്തല്ലാതെ തന്നെ 2019 അവിടെ നിന്ന് തോറ്റ് അതിനുശേഷം അവിടെ നിന്ന് പിന്മാറാതെ അവിടെ നിന്ന് തന്നെ പ്രചരണം തുടരുകയും 2024 വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു തൃശ്ശൂർ. ആ ഒരു രീതിയിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഈ 2 സ്ഥലങ്ങളിലും BJP ഇപ്പോൾ പയറ്റാൻ പോകുന്നത്. കാരണം എത്തിപ്പെടാത്തടുത്ത് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് BJP സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഘടകമെന്ന് പറയും. താഴെ തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രചരണ രീതികൾ അത് എത്രത്തോളം വിജയകരമാകുമെന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും BJP വിജയ പരാജയങ്ങളൊക്കെ തന്നെയും ഈ 2 കോർപ്പറേഷനുകളിലും. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് സീറ്റുകൾ കൂടാനും ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ പോലും BJPയുടെ സീറ്റുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ 2 കോർപ്പറേഷനുകളിലും വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം കാണാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഇനി നേരെ മറിച്ച് മുഴുവനായി നോക്കുകയാണെങ്കിൽ LDFിന് നേട്ടമുണ്ടാകുമോ അതല്ല UDFിന് നേട്ടമുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യം. ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDFിന് ഒരു തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് UDF വിചാരിക്കുന്ന പോലെ ഒരു വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ട് നേട്ടം കൊയ്യാം എന്നുള്ള തലത്തിലേക്ക് എത്തത്തില്ല എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. UDFിന് നില മെച്ചപ്പെടുത്താൻ സാധിക്കും.
LDFിനെ സംബന്ധിച്ചിടത്തോളം അടിപതറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം എന്ന് പറയുന്നത് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചാരിക്കുന്ന അത്ര തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി LDFിന് വിചാരിച്ച കണക്ക് പരിക്കേൽപ്പിക്കാനായിട്ട് UDFിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഒരു പ്രഹരമേൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ BJP മുന്നേറ്റം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യവും അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ പോലും BJP നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഒരു ചിത്രം തെളിയുന്ന തരത്തിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പലർക്കും അടിപതറുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ LDFിന് ചില സ്ഥലങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം, ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പക്ഷേ അത് UDF വിചാരിക്കുന്ന കണക്ക് ഒരു തരംഗമാക്കി മാറ്റാനായിട്ട് UDFിന് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറില്ല എന്നും, എന്നാൽ UDFിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുമെന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് വിജയസാധ്യത ഉള്ള സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും തിരുവനന്തപുരവും തന്നെയാണ്. ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും LDFിനെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം BJP അട്ടിമറി ഉണ്ടാകുമോ എന്ന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും കണ്ടു തന്നെ അറിയാം.